Good morning, students. നമ്മൾ ഇന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് of module 4, which is waveguide tees. അപ്പോൾ waveguide junction അല്ലെങ്കിൽ waveguide tees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a interconnection of two or more microwave devices. ഒന്നോ അതിൽ കൂടുതലുള്ള മൈക്രോവേവ് ഡിവൈസസ് ജോയിൻ ചെയ്യുമ്പം ആ വരുന്ന ഇന്റർകണക്ഷന് പറയുന്ന പേരാണ് മൈക്രോവേവ് ജംഗ്ഷൻ. ഇനി ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ലെറ്റർ ടി പോലെ തന്നെ, അതായത് 3 പോർട്സ്, 3 ഇൻഡിപെൻഡന്റ് പോർട്സ്. ഇതൊരു പോർട്ട് ഇവിടെ ആണെങ്കിൽ പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3, 3 പോർട്സ് ജോയിൻ ചെയ്ത് വരുന്ന അങ്ങനെയുള്ള ഒരു വേവ് ഗൈഡ്, അതിന് പറയുന്ന ആ ജംഗ്ഷന് പറയുന്ന പേരാണ് ടി ജംഗ്ഷൻ. സോ ഇൻ മൈക്രോവേവ് സർക്യൂട്ട്സ് എ വേവ് ഗൈഡ് ഓർ എ കോയാക്സിയൽ ലൈൻ വിത്ത് 3 ഇൻഡിപെൻഡന്റ് പോർട്സ് ആർ റെഫേർഡ് ആസ് ടി ജംഗ്ഷൻ. അതിൽ 3 പോർട്സ് കാണും. ഇനി ഈ ടി ജംഗ്ഷൻ നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ഒരു പോർട്ടിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം റിഫ്ലക്ഷൻ വന്നു, അല്ലെങ്കിൽ എന്തോരം പവർ റിഫ്ലക്റ്റഡ് ആയി, എത്ര പവറാണ് ട്രാൻസ്ഫർ ആയത്, ആ ഇൻഫോർമേഷൻ എല്ലാം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എസ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ 3/3 എപ്പോഴും എസ് മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. സോ 3/3 എന്ന് പറയുമ്പോൾ 9 എലമെന്റ്സ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടി ജംഗ്ഷൻസ് ഉണ്ട്. ആ ടി ജംഗ്ഷനും അതിൻ്റെ എസ് മെട്രിക്സും ആണ്. ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഇ പ്ലെയിൻ ടി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇ പ്ലെയിൻ ടി ആ പേരിൽ തന്നെയുണ്ട്. ഇ പ്ലെയിൻ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പടം എന്തെങ്കിലും ഇതാണ്. സോ ദിസ് ഇസ് ദ ഇ പ്ലെയിൻ ടി. ഇ പ്ലെയിൻ ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ടീയുടെ ഒരു ഷേപ്പിലാണ്. ഇനി എന്തുകൊണ്ടാണ് ഇ പ്ലെയിൻ? ഇതിന് 3 പോർട്ടുകളാണുള്ളത്. ഒന്ന് പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. ഇനി പോർട്ട് 3യുടെ ഈ ആമിന് പറയുന്നതാണ് സൈഡ് ആം എന്നും, പോർട്ട് 1ഉം പോർട്ട് 2ഉം നമ്മൾ പറയുന്നതാണ് കോലീനിയർ ആംസ്. കോലീനിയർ ആംസ് അല്ലെങ്കിൽ ഈ 2 പോർട്ടും ഒരേ ലൈനിൽ വരുന്നതുകൊണ്ടാണ് ഇതിനെ കോലീനിയർ ആം എന്ന് പറയുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് ഈ പ്ലെയിൻ ടി എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിൻസ് ദ പോർട്ട് 3 അതായത് ഇതിന്റെ സൈഡ് ആം പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് വരുന്നത് കൊണ്ടാണ് ഇതിന് ഈ പ്ലെയിൻ ടി എന്ന് പറയുന്നത്. ഇനി വേറൊരു പ്രത്യേകത, നമുക്ക് ഇൻപുട്ട് എവിടെ വേണേലും കൊടുക്കാം. പോർട്ട് 1ൽ കൊടുക്കാം, പോർട്ട് 2ൽ കൊടുക്കാം, പോർട്ട് 3ൽ കൊടുക്കാം. അതുപോലെ ഔട്ട്പുട്ട് നമുക്ക് പോർട്ട് 1ൽ നിന്നും പോർട്ട് 2ൽ നിന്നും പോർട്ട് 3ൽ നിന്നും എടുക്കാം. ഇനി ഇതിനകത്തൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ പോർട്ട് 1ഉം പോർട്ടും ഔട്ട് ഓഫ് ഫേസ് ആണ്. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ്. അതാണ് ഈ പ്ലെയിൻ്റെ കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ പോർട്ട് 1ൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോർട്ട് 2ൽ വരുന്നത് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓഫ് ഔട്ട് ഓഫ് ഫേസ്. അതായത് നമ്മളിപ്പോൾ പോർട്ട് 3ൽ കൊടുക്കുന്നില്ല, പോർട്ട് 1ൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ പോർട്ട് 2ൽ വരുമ്പോൾ എന്തായിരിക്കും, ഈ സിഗ്നൽ അതേ പക്ഷെ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഇനി അതേസമയം നമ്മൾ പോർട്ട് 3ലാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ഇൻപുട്ടിനെ ഈക്വലായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് പക്ഷെ വരുന്ന സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓഫ് ഓപ്പോസിറ്റ് ഫേസ്. അതുകൊണ്ട് തന്നെ ഈ പ്ലെയിൻ ടിക്ക് നമ്മൾ വേറൊരു പേര് പറയും. ഇറ്റ് ഈസ് നോൺ എസ് 3 dB സ്പ്ലിറ്റർ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഇതിന് ഒരു റെക്ടാങ്കുലർ വേവ് ഗൈഡിനെ നമ്മൾ മുറിച്ചിട്ട് അതിൻ്റെ നടുക്കൊരു സൈഡ് ആം കണക്ട് ചെയ്തേക്കുന്നതാണ് ഈ പ്ലെയിൻ ടി. സോ ആംസ് ഓഫ് റെക്ടാങ്കുലർ വേവ് ഗൈഡ് കോലീനിയർ പോർട്സ് ആണ് ഫോം ചെയ്യുന്നത്. ദേ ആർ നോൺ എസ് പോർട്ട് 1 ആൻഡ് പോർട്ട് 2. മറ്റേതിനെ നമ്മൾ പോർട്ട് 3നെ സൈഡ് ആം എന്ന് പറയും. ഈ പ്ലെയിൻ ടിക്ക് വേറൊരു പേരുണ്ട്. ഇറ്റ് ഈസ് നോൺ എസ് സീരീസ് ടി. ഇനി സിൻസ് സൈഡ് ആം ഇസ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് ഈ പ്ലെയിൻ ടി ജംഗ്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് വോൾട്ടേജ് ഓർ സീരീസ് ജംഗ്ഷൻ എന്നും പറയുന്നുണ്ട്. അത് കൂടാതെ ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് 3 dB സ്പ്ലിറ്റർ. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, പോർട്ട് 1ഉം പോർട്ട് 2ഉം 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് 2 രീതിയിൽ നമുക്ക് ഇൻപുട്ടിനെ കണക്ട് ചെയ്യാം. ഇതിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്ന കേസിൽ ഇപ്പോൾ ഇത് ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഇവിടെ പോർട്ട് 1ൽ കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ പോർട്ട് 1ൽ കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് 2ൽ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും സിഗ്നൽ വരുന്നത്. ഇനി അതേസമയം നമ്മൾ പോർട്ട് 3ലാണ് ഇൻപുട്ട് കൊടുത്തതെങ്കിൽ പോർട്ട് 1ലും പോർട്ട് 2ൽ വരുന്ന സിഗ്നൽ സെയിം ഈക്വലി ഡിവൈഡ് ചെയ്യും, പക്ഷേ വിൽ ബി ഇൻ ഔട്ട് ഓഫ് ഫേസ്. അതാണ് 2-way ട്രാൻസ്മിഷൻ. 2-way ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ക്യാൻ ബി ഗിവൺ ത്രൂ മെയിൻ ആം എന്ന് പറയുന്നത് ഇത്, ഓർ ഇൻപുട്ട് ക്യാൻ ബി ഗിവൺ ത്രൂ ദ സൈഡ് ആം. ഇത് സൈഡ് ആമും ഇതാണ് മെയിൻ ആമും. ഓക്കെ, 2 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ കേസസ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇഫ് ദ കോലീനിയർ ആംസ് ആർ സിമെട്രിക് അബൌട്ട് ദ സൈഡ് ആം ദർ ആർ 2 ട്രാൻസ്മിഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യും ഈ പ്ലെയിൻ ടി പെർഫെക്റ്റ്ലി മാച്ച്ഡ്. ഒരു പ്ലെയിൻ പെർഫെക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോർട്ടുകളിൽ നിന്നും ആ പോർട്ടിൽ ഇൻപുട്ട് കൊടുത്ത് അതിലേക്ക് തന്നെ റിഫ്ലക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് S11, S22 ആൻഡ് S33 ആർ 0. ഇനി എന്താ S11? ഇതെല്ലാം സ്കാറ്ററിംഗ് മെട്രിക്സിന്റെ കോഎഫിഷ്യൻസ് ആണ്. ഇതിൽ S11 എന്ന് പറഞ്ഞാൽ
പോർട്ട് 1 ഇൻപുട്ട് കൊടുത്ത് പോർട്ട് 1 തന്നെ ഔട്ട്പുട്ട് എടുക്കുന്നു. അതായത് പോർട്ട് 1 ഇൻപുട്ട് കൊടുത്താൽ എത്രമാത്രം ഇൻപുട്ട് പവറാണ് പോർട്ട് 1 തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ S110 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? പോർട്ട് 1 കൊടുക്കുന്ന സിഗ്നൽസ് ഒന്നുമേ അതിലേക്ക് റിഫ്ലക്റ്റഡ് വരുന്നില്ല, എല്ലാം എന്ത് തന്നെ പോകുന്നു, ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. സോ ദാറ്റ് ഈസ് വെരി ഡിസൈർഡ് കണ്ടീഷൻ. അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഒരു പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണെങ്കിൽ ഡയഗണൽ എലിമെന്റ്സ് ഓഫ് മെട്രിക്സ്, ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ഇപ്പം നമ്മൾ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു എസ് മെട്രിക്സ് ഞാൻ പറഞ്ഞു 3 പോർട്സ് ഉള്ളതുകൊണ്ട് 3/3 9 എലമെന്റ്സ് കാണും. അതാണ് ഇവിടെ കാണിച്ചേക്കണം 9 എലമെന്റ്സ്. അതിലെ പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണെങ്കിൽ ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ വാല്യൂ എല്ലാം എന്തായിരിക്കും? 0. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ S11, S22, S33 ആ വാല്യൂ എന്തായിരിക്കും? 0. പെർഫെക്റ്റ്ലി മാച്ച്ഡ്, വിച്ച് മീൻസ് ദാറ്റ് ദർ വിൽ ബി നോ റിഫ്ലക്ഷൻ. ഇനി അടുത്ത കേസ്, നമ്മൾ പോർട്ട് 3 ഇൻപുട്ട് കൊടുക്കുന്നു. പോർട്ട് 3 ഇൻപുട്ട് കൊടുത്താൽ ഞാൻ എന്താ പറഞ്ഞത്? പോർട്ട് 1 പോർട്ട് 2 സിഗ്നൽ വരും, ഇൻ ഫേസ് ആയിരിക്കും, ഇൻ ഫേസ് അല്ല ഇൻ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിട്ടൺ ആസ് S13 ഈക്വൽ ടു -S23 എന്ന് പറഞ്ഞാൽ S13 എന്ന് പറഞ്ഞാൽ പോർട്ട് 3 ഇൻപുട്ട് കൊടുത്തിട്ട് പോർട്ട് 1 നിന്ന് വരുന്ന ഔട്ട്. അതുപോലെ S23 എന്ന് പറഞ്ഞാൽ പോർട്ട് 3 ഇൻപുട്ട് കൊടുത്ത് 2 നിന്ന് എടുക്കുന്ന ഔട്ട്പുട്ട്. അതായത് ഫസ്റ്റ് ലെറ്റർ സ്റ്റാൻഡ്സ് ഫോർ ഔട്ട്പുട്ട്, സെക്കൻഡ് നമ്പർ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഇൻപുട്ട്. അപ്പം 3 ഇൻപുട്ട് കൊടുക്കുന്നത് 1 ഔട്ട് എടുക്കുന്നു, ഇവിടെയും 3 ഇൻപുട്ട് കൊടുക്കുന്നു, 2 ഔട്ട് എടുക്കുന്നു. അപ്പം രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഫേസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എസ് മെട്രിക്സ്, ഒരു ഇ പ്ലെയിൻ ടിയുടെ എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യാൻ. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് ജനറൽ ആയിട്ട് ഒരു എസ് മെട്രിക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം ഓഫ് ഇതിനെയാണ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് S11, S12, S13, S21, S22, S23, S31, S32, S33. ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം വാല്യൂസ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ മെത്തേഡ്. അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന കണ്ടീഷൻസ് എല്ലാം എടുക്കാം. ഒരു എസ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? SIJ ഈക്വൽ ടു എന്താണ്? SJI. അപ്പം നമ്മളിവിടെ പറയാണ് S12 ആണെങ്കിൽ എന്തായിരിക്കും? S21. S23 ആണെങ്കിൽ എന്തായിരിക്കും? S32. അതുപോലെ S13 ആണെങ്കിൽ എന്തായിരിക്കും? S31. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു നമുക്കറിയാവുന്ന കേസാണ് പ്രോപ്പർട്ടി ഓഫ് സിമെട്രി. ഇനി അടുത്ത കേസ് നമ്മൾ പറയുന്നത് പോർട്ട് 3 പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണ്. പോർട്ട് 3 പെർഫെക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? S33 ഈക്വൽ ടു 0. അപ്പോൾ S33 0 എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന പോർട്ട് 3 പെർഫെക്റ്റ്ലി മാച്ച്ഡ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? S33 ഈക്വൽ ടു 0. മൊത്തം കംപ്ലീറ്റ്ലി മാച്ച്ഡ് നല്ല എടുക്കുന്നത്, നമ്മളിവിടെ എടുക്കുന്ന പോർട്ട് 3 ഈസ് മാച്ച്ഡ്. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇ പ്ലെയിൻ ടിയിൽ S12 അതായത് ഒരു പോർട്ട് 3 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പോർട്ട് 3 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് 1 വരുന്നതും പോർട്ട് 2 വരുന്നതും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഫേസ്. അപ്പോൾ ആ കണ്ടീഷൻ നമുക്കറിയാം S13 ഈക്വൽ ടു -S23. ഇപ്പം നമുക്ക് ഈ കിട്ടിയ ഈ 3 കണ്ടീഷൻ 2, 3, 4 ഈ കണ്ടീഷൻസ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? ഈ മെയിൻ ഈ മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറി. അതായത് നമുക്ക് S11, S12, S13, പിന്നെ എന്താ ഇവിടെ S21 വരെ ഞാൻ എന്ത് എഴുതി? S12 എന്ന് എഴുതിയില്ലേ? അടുത്തത് S22, പിന്നെ ഇവിടെ S23 ആയിരുന്നു. S23ക്ക് വരെ എനിക്ക് എന്തെന്ന് എഴുതാം? അപ്പോൾ S23 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? S31 ആണെന്ന് അറിയാലോ. ഇനി S31 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? S13 അല്ലേ, അതുകൊണ്ടാണ് -S13 എന്ന് എഴുതിയാണ്. മനസ്സിലായോ? അതായത് S23 ആണ് ഇവിടെ വരുന്നത്. S23 എന്ന് പറയുന്നത് എന്താണ്? S32. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ. ഇനി S23 ഇവിടെ നമുക്ക് വരുന്നത് S23 ഈക്വൽ ടു നമ്മൾ എന്തെന്നാ പ്രൂവ് ചെയ്തേക്കണം നോക്കി? S23 ഈക്വൽ ടു അതല്ലെങ്കിൽ S13 ഈക്വൽ ടു എന്തെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത? -S23. അപ്പോൾ S23ക്ക് വരെ എന്ത് എഴുതാം? -S13. അതാണ് ഇവിടെ എഴുതിയേക്കണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? S23ക്ക് വരെ എന്ത് കൊടുത്തു? -S13. ഇനി അടുത്ത എന്താ? S31. S31 എഴുതുന്നതിന് പകരം നമുക്ക് സിമെട്രിക് കണ്ടീഷൻ വെച്ച് S13 എന്ന് എഴുതാലോ, എഴുതി. ഇനി അടുത്ത എന്താ? ഇത് S31, S32. S32 എന്ന് പറയുന്നത് എന്താണ്? S23 തന്നെ, അതായത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ വാല്യൂ തന്നെയല്ലേ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്, അതാണ് ഇവിടെ കൊടുത്തത്. അടുത്ത എന്താണ്? S33 എന്ന് പറയുന്നത് എന്താണ്? 0. അതായത് നേരത്തെ കിട്ടിയ കണ്ടീഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ ഇത് മുഴുവൻ ചെയ്തു. ഇനി ഇതിൽ ഏതൊക്കെ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി? അപ്പോൾ ശരിക്കും നമുക്ക് ഈ വാല്യൂസ് കാണണമെങ്കിൽ S11 കാണണം, S12 കാണണം, S22 കാണണം, S13 ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. ഏതൊക്കെ വേണം? S11 കാണണം, S12 കാണണം, പിന്നെ S22 കാണണം, S13 കാണണം. അപ്പോൾ അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത മെട്രിക്സിന്റെ നമ്മുടെ എസ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടി എടുക്കുകയാണ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ S × S സ്റ്റാർ ഇസ് ഈക്വൽ ടു I. S × S സ്റ്റാർ ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ മെട്രിക്സ് S × മെട്രിക്സ് Sന്റെ കോൺജുഗേറ്റ്.
മെട്രിക്സ് എസ് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ്, ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കോൺജുഗേറ്റ്, അതായത് അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക, കോംപ്ലക്സ് നമ്പർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ എഴുതുമ്പോൾ ഈ മെട്രിക്സ് അതിലൊരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് ഈക്വൽ ടു ഐ, അത് യൂണിറ്ററി മെട്രിക്സ്. അപ്പോൾ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 അങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇത് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ കോളം ട്രാൻസ്ഫോർമേഷൻ ആ രീതിയാണ് ചെയ്യുന്നത്. അതിൽ ചെയ്യാൻ പോകുന്നത് R1 × C1. R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ S11 × S11 സ്റ്റാർ പ്ലസ് S12 × S12 സ്റ്റാർ പ്ലസ് S13 × S13 സ്റ്റാർ ഈക്വൽ ടു എന്തെന്ന് വരും 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം a number into its conjugate എന്ന് പറഞ്ഞാൽ that is equivalent to modulus square ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാം modulus of S11 square plus modulus of S12 square plus modulus of S13 square equal to എന്തെന്ന് കിട്ടി 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതുപോലെ R1 C1 എടുത്ത പോലെ തന്നെ അടുത്തത് നമ്മൾ R2 C2 എടുക്കും, അതുപോലെ R3 C3 എടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ R2 C2 എന്ന് പറയുമ്പോൾ റോ 2 ഇൻറ്റു കോളം 2. റോ 2 എന്ന് പറയുമ്പോൾ ഏതാണ്, ഇതാണ് റോ 2ഉം കോളം 2. അതുപോലെ തന്നെ ഇത് S12 ഇൻറ്റു S12 സ്റ്റാർ പ്ലസ് S22 ഇൻറ്റു S22 സ്റ്റാർ പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അതും എന്തെന്ന് നമുക്ക് കിട്ടി ഈക്വൽ ടു എന്തെന്ന് കിട്ടി 1 എന്ന് കിട്ടി. ഇനി R3 × C3. R3 × C3 എന്ന് പറഞ്ഞാൽ എന്താണ്, റോ 3യും കോളം 3യും. റോ 3 എന്ന് പറഞ്ഞാൽ എന്താ, S13 × S13 സ്റ്റാർ മൈനസ് S13 × മൈനസ് S13 സ്റ്റാർ ഇൻറ്റു 0 ഈക്വൽ ടു എന്തെന്ന് വന്നു, ഈക്വൽ ടു 0 എന്ന് വന്നു. അല്ല സോറി, ഈക്വൽ ടു 0 എന്നല്ല, പ്ലസ് 0 ഈക്വൽ ടു 1. കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ, ഇത് കണ്ടോ 1 1 1 ഈ വാല്യൂ തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ ആഡ് ചെയ്തും ബാക്കിയെല്ലാം 0 + 0 + 1 എന്ന് വരും. സോറി 0 അല്ല, ഇവിടെ 1 വരും. അപ്പോൾ അതെന്തായി, R1 C1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, മോഡുലസ് ഓഫ് S11 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് S12 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് S13 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അടുത്ത ഇക്വേഷൻ എന്താണ്, മോഡുലസ് ഓഫ് S12 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് S22 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് S13 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി R3 C3 എന്ന് പറയുന്നത് S13 സ്ക്വയർ പ്ലസ് S13 സ്ക്വയർ, അപ്പോൾ 2 S13 സ്ക്വയർ കിട്ടി. അപ്പോൾ S13 സ്ക്വയർ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി, 1/2. അപ്പോൾ S13 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/√2. അപ്പോൾ ഒരു കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചു. ഇനി ബാക്കി കണ്ടുപിടിക്കണം. അത് ബാക്കി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു കണ്ടീഷൻ എടുക്കുകയാണ്, R3 × C1. R3 × C1 എന്ന് പറഞ്ഞാൽ റോ 3 ഇൻറ്റു കോളം 1. റോ 3 എന്ന് പറയുമ്പോൾ S13 × S11 സ്റ്റാർ പ്ലസ് മൈനസ് S13 × S12 സ്റ്റാർ പ്ലസ് 0 അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു, അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, 0 എന്നാണ് വരുന്നത്. മനസ്സിലായോ? അപ്പം S13 × S11 സ്റ്റാർ മൈനസ് S13 × S12 സ്റ്റാർ ഈക്വൽ ടു എന്തെന്ന് വരും, 0. എന്തുകൊണ്ടാണ് ഇവിടെ 0 എന്ന് പറഞ്ഞാൽ നോക്കിയേ, ദിസ് R3 എന്ന് പറഞ്ഞാൽ S13 × R3 × C1 S11 സ്റ്റാർ പ്ലസ് മൈനസ് S13 × S12 സ്റ്റാർ പ്ലസ് 0. ഈ ഫസ്റ്റ് കോളത്തിൽ എല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്താ വരുന്നത്, ഈക്വൽ ടു നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ കോളത്തിൽ ഏത് വാല്യൂ ആണ്, 0 ആയിട്ടല്ലേ ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, S11 സ്റ്റാർ മൈനസ് ഇത് 0 അല്ല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ് 1/√2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് S11 സ്റ്റാർ മൈനസ് S12 സ്റ്റാർ ഈക്വൽ ടു 0 എന്നല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ, ദിസ് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ കിട്ടി, S11 ഈക്വൽ ടു S12. മനസ്സിലായോ? ഇത്രയാണ് നമ്മൾ ഇനി ചെയ്തത്. ഇനി അടുത്ത എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അടുത്ത വാല്യൂസും കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് കിട്ടിയ കണ്ടീഷൻ എന്താണ്, S11 ഈക്വൽ ടു S12. ഓക്കെ, നിങ്ങൾക്ക് ഈ 0 കിട്ടിയത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിവിടെ എടുക്കുന്നത് റോ 1 × C1 ആണ്. അപ്പോൾ റോ 1 × C1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും അതിൻ്റെ കോളവും, അതാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ നോക്കി റോ 1 കോളം 1ൻ്റെ വാല്യൂ എന്താണ് 1. ഓക്കെ, അടുത്തത് എന്താണ്, റോ 2 ഇൻറ്റു കോളം 2. റോ 2 ഇൻറ്റു കോളം 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ് 1. അടുത്ത എന്താണ്, റോ 3 ഇൻറ്റു കോളം 3. അപ്പോൾ ഇവിടുത്തെ ആർച്ചസിൻ്റെ വാല്യൂ എന്താണ് 1. അടുത്ത നമ്മളെടുത്ത എന്താണ്, റോ 3 ഇൻറ്റു കോളം 1. അപ്പോൾ റോ 3 എന്ന് പറഞ്ഞാൽ ഇതല്ലേ റോ 3യിലെ കോളം 1ൻ്റെ വാല്യൂ എന്താണ് 0. അങ്ങനെയാണ് നമുക്കിവിടെ എന്തെന്ന് കിട്ടിയത്, S11 സ്റ്റാർ മൈനസ് S12 സ്റ്റാർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ റിലേഷൻ കിട്ടി, S11 ഈക്വൽ ടു S12 എന്നും കിട്ടി, S13 ഈക്വൽ ടു 1/√2. ഇനി ഒരു വാല്യൂടെ നമുക്ക് കാണാം, ഏതാണ് S22. അത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ഇക്വേഷൻസിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്, അതായത് 6ഉം 7ഉം. 6ഉം 7ൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 7ൻ്റെ RHS എന്താണ് 1 ആണ്. അതുപോലെ ഇക്വേഷൻ നമ്പർ 6ൻ്റെ RHS എന്താണ് 1. രണ്ടിൻ്റെ RHS സെയിം ആയതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
ഈ ഇക്വേഷനെയും അതുപോലെ തന്നെ ഈ ഇക്വേഷനെയും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ കോമൺ ആയിട്ട് S13² ഉണ്ട്, അത് ക്യാൻസൽ ആവും. അതുപോലെ S12 ഉണ്ട്, അതും കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയിട്ട് നമുക്ക് റിലേഷൻ കിട്ടും S11 = S22. അപ്പോൾ ഇത്രയും കണ്ടീഷൻ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ഏതൊക്കെയായിരുന്നു? S11 കാണണമായിരുന്നു, S22 കാണണമായിരുന്നു, പിന്നെ ഏതാണ് S13 കാണണമായിരുന്നു, S12 കാണണമായിരുന്നു. അപ്പം ഒരു റിലേഷൻ നമുക്ക് കിട്ടിയത് S11 = S12 എന്ന് കിട്ടി. ഇനി S13യുടെ വാല്യൂ കിട്ടി, പിന്നെ ഒരു റിലേഷൻ കിട്ടി S11 = S22. അപ്പോൾ ഇതിലെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? S11 ആണ്. അപ്പോൾ S11 കണ്ടുപിടിച്ചാൽ പോരെ? അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 8 and 9 നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 6. നോക്കി, ഇക്വേഷൻ നമ്പർ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 6. ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ എന്താണ്? S13. അത് നമുക്ക് എന്താന്ന് കിട്ടിയിട്ടുണ്ട്? S13² എന്ന് പറയുന്നത് 1/2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു S11ഉം S12ഉം സെയിം ആണ്. അപ്പോൾ നമുക്ക് രണ്ടിനെയും ഒരേ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തേക്കണം. അപ്പോൾ ഇതെന്ത് വന്നു? 2 × മോഡുലസ് ഓഫ് S11² = 1/2 എന്ന് വന്നു. അപ്പം അതിനെ മോഡുലസ് ഓഫ് S11² എന്ന് പറയുമ്പോൾ ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊരു 1/4 എന്ന് വരും. ദോ ഫ്രം വെയർ നമുക്ക് എന്ത് കിട്ടി? S11 = 1/2. അപ്പോൾ ഇതെല്ലാം കിട്ടിയില്ലേ? ഇനി നേരത്തെ ഈ കിട്ടിയതിനെല്ലാം ഈ മെട്രിക്സിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? ആദ്യം S11 അത് കിട്ടി, അടുത്തത് S12 അത് രണ്ട് ഈക്വൽ ആണ് നമ്മൾ കണ്ടുപിടിച്ചു, അത് കൊടുത്തു. S13യുടെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി എന്താ? S21 എന്ന് പറയുന്നത് S12 ആണ്, സിമെട്രിസിറ്റി, അത് കൊടുത്തു. S22 എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു, = S1, അത് കൊടുത്തു. ഇനി അടുത്ത എന്താ? ഇത് S22, അടുത്തത് S23. S23യുടെ പ്രത്യേകത എന്താണ്? S23യും അതുപോലെ തന്നെ S31ഉം തമ്മിൽ എന്താണ്? നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മൈനസ്. ഇനി അടുത്ത എന്താണ്? ദിസ് ഇസ് എന്താണ്? S31 = എന്താണ്? S13. അപ്പോൾ അത് കൊടുത്തു. അടുത്ത എന്താണ്? ഇത് S31, അടുത്ത എന്താണ്? S32ഉം ഇതും സിമെട്രിക് ആയതുകൊണ്ട് രണ്ടും സെയിം. S33 എന്ന് പറയുന്നത് എന്താണ്? 0. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത എസ് മെട്രിക്സ് ഓഫ് ഇ പ്ലെയിൻ ടി. ഇത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.